ഈശോയിൽ പ്രിയ ബഹുമാനപ്പെട്ട മാത്യു ഓലിക്കലച്ചൻ, മാതൃവേദിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, മാതൃവേദിയിലെ പ്രിയപ്പെട്ട അമ്മമാരെ, പ്രത്യേകിച്ചും മേരി നാമധാരികളായ അമ്മമാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും അതിപുരാതനമായ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ അമ്മയുടെ സവിധത്തിൽ എത്തിയിരിക്കുന്നത്. ഇത് അമ്മമാരുടെ തിരുനാളാണ്. എല്ലാ അർത്ഥത്തിലും ഏറ്റവും കൂടുതൽ അവകാശത്തോടു കൂടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവരാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ. അങ്ങനെ ഞാൻ പറയുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, 8 നോമ്പ് ആരംഭിച്ചത് അമ്മമാരാണ്, സ്ത്രീജനങ്ങളാണ്. അവരുടെ ജീവിതത്തിൻ്റെ പവിത്രത കാത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി തീക്ഷ്ണമായി നോമ്പെടുത്ത് പരിശുദ്ധ അമ്മയുടെ പാദാന്തികത്തിൽ അണഞ്ഞതിൻ്റെ ആ പൂർവ്വ പാരമ്പര്യവും ചരിത്രവും 8 നോമ്പിനെ ഇത്രമാത്രം ഇന്ന് മനോഹരവും വിപുലവുമായ വലിയ ഒരു തിരുനാളാക്കി മാറ്റിയിരിക്കുന്നു. അമ്മമാരാണ്, സ്ത്രീജനങ്ങളാണ് ഇത് ആരംഭിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. സ്ത്രീജനങ്ങൾ ആരംഭിച്ചത് കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാളിൽ ഏറ്റവും കൂടുതൽ യോഗ്യതയോടെ അവകാശത്തോടെ ഇവിടെ എത്തി ഈ നോമ്പിൽ തിരുനാളിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കുന്നു. രണ്ടാമത്, ഇത് ഒരമ്മയുടെ തിരുനാളാണ്, ഒരമ്മയുടെ ബർത്ത്ഡേ ആണിത്. നമ്മൾ ഒത്തിരി അഭിമാനത്തോടെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. ജന്മദിനം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടേതാകുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി നമ്മൾ വിഷ് ചെയ്യും, അവരെ കൊണ്ട് കേക്ക് മുറിപ്പിക്കും, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ ഒക്കെ ജന്മദിനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? അമ്മമാരാണ്. ഒരു വീട്ടിൽ ഓർത്തിരുന്ന് ജീവിത പങ്കാളിയുടെ, മാതാപിതാക്കളുടെ, മക്കളുടെ ജന്മദിനം കുറിക്കുന്നത്, എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത്, ജന്മദിനത്തിൽ മുറിക്കാനുള്ള കേക്ക് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അത് ഓർമ്മപ്പെടുത്തുന്നതെല്ലാം ഒരു വീട്ടിലെ അമ്മയാണ്. നമുക്ക് പ്രിയപ്പെട്ട ഒരു അമ്മയുടെ ജന്മദിനത്തിന് നമ്മൾ ഒരുങ്ങുകയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്മയുടെ, നമ്മുടെ സ്വന്തം അമ്മയുടെ, ഈശോയുടെ അമ്മയുടെ, ഈശോ മിശിഹ നമുക്ക് കുരിശിൻ ചുവട്ടിൽ വെച്ച് വലിയ ഭാഗ്യവും നിധിയുമായി കൈമാറി തന്ന ഒരു പ്രിയപ്പെട്ട അമ്മയുടെ, സഭയുടെ സാന്നിധ്യമായി മാറിയ, സഭയെ പ്രതിനിധാനം ചെയ്യുന്ന, അടയാളപ്പെടുത്തുന്ന ഒരു അമ്മയുടെ ജന്മദിനം. അതിന് ഇതായി അമ്മമാരെത്തിയിരിക്കുകയാണ് ഇവിടെ. വീട്ടിലെ ജന്മദിനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിനെ നയിക്കുന്ന, എല്ലാവരെയും വിളിച്ചു ചേർക്കുന്ന അമ്മമാര് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ, നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സാന്നിധ്യമായ ഒരു വ്യക്തിയുടെ, അമ്മയുടെ ജന്മദിനത്തിന് നമ്മളിതാ എത്തുന്നു. അതാണ് പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ തിരുനാൾ ആഘോഷിക്കാൻ കടമയും അവകാശവുമുണ്ട്. അഭിമാനപൂർവ്വം അത് ആഘോഷിക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നതിന്റെ 2 കാരണങ്ങൾ. മാതൃവേദിയുടെ അമ്മമാരാണ് ഇവിടെ എത്തിയിരിക്കുന്നവർ എല്ലാവരും. ഇതിനകത്തിരിക്കുന്നവര് കൂടുതൽ പേരും മാതൃ നാമധാരികൾ, അമ്മയുടെ, പരിശുദ്ധ മറിയത്തിന്റെ നാമധാരികളാണ്. മാതാവിന്റെ നാമധാരണികളായിട്ടുള്ളവർ ഒന്ന് കൈവക്കിക്കേ. എന്തുമാത്രം പേരാ! എൻ്റെ സ്വന്തം അമ്മയുടെ പേരും മറിയം ആയിരുന്നു. അമ്മച്ചി ഇപ്പൊ സ്വർഗത്തിൽ മാതാവിന്റെ അടുത്തുണ്ട്. അപ്പോൾ ആ പേരിനോട് തന്നെ എനിക്കൊരു വലിയ സ്നേഹമുണ്ട്. മാതാവിനോടും വലിയ സ്നേഹവും കടപ്പാടും ബന്ധവും എനിക്കും വളരെ വ്യക്തിപരമായിട്ടുണ്ടെന്ന് അഭിമാനപൂർവ്വം ഏറ്റുപറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും മാതൃഭക്തരാണ്. പരിശുദ്ധ അമ്മയുടെ പേര് സ്വീകരിക്കുന്ന വ്യക്തികളാണ് കേരളക്കരയിലെ, അതും സുറിയാനി സഭയിലെ നല്ല പങ്ക് അമ്മമാരും. ഒരു പേരെടുപ്പ് നടത്തി നോക്കിക്കോ. സുറിയാനി കത്തോലിക്ക സഭയിലെ നല്ല പങ്ക് അമ്മമാരുടെ, ഏറ്റവും കൂടുതൽ അമ്മമാര് സ്വീകരിച്ചിരിക്കുന്ന പേര് മാതാവിന്റെ ആയിരിക്കും. യോസേപ്പ് പിതാവിന്റെ ഒട്ടും മോശമൊന്നുമല്ല, അത് ഞങ്ങളും വലിയ കാര്യമായിട്ട് തന്നെ ഉണ്ട്. യോസേപ്പ് പിതാവ് നാമധാരികളും ധാരാളമുണ്ട്, നമ്മുടെ ഒരു പാരമ്പര്യമാണ്. അതുപോലെ നമ്മുടെ ദൈവാലയങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ദൈവാലയങ്ങൾ മാതാവിന്റെ പേരിലായിരിക്കും സുറിയാനി കത്തോലിക്ക സഭയിൽ. സുറിയാനി ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദൈവാലയങ്ങൾ സമർപ്പിതമായിരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പേരിൽ തന്നെയാണെന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ രൂപതയിൽ തന്നെ കണക്കെടുത്താലും അങ്ങനെയാണ്. ഞാനീ പറഞ്ഞു വരുന്നത്, മാതാവുമായിട്ടുള്ള നമ്മുടെ ഒരു വലിയ ബന്ധം, അതൊരു പൊക്കിൾക്കൊടി ബന്ധം പോലൊരു ബന്ധമാണ്. ഒരമ്മയോടുള്ള പൊക്കിൾക്കൊടി ബന്ധം മക്കൾക്ക് എന്തുമാത്രം സുദൃഢമാണോ, എന്തുമാത്രം തീക്ഷ്ണമാണോ, എന്തുമാത്രം ഹൃദ്യമാണോ, അതുപോലത്തെ ഒരു ആത്മബന്ധമാണ് പരിശുദ്ധ അമ്മയോട് സഭയുടെ മകൻ, മകൾ എന്ന നിലയിൽ നമുക്കുള്ളത്. നമ്മുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ അമ്മയാണ് അവൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനം നമ്മെ സംബന്ധിച്ച്. ഈശോ മിശിഹായുടെ അമ്മ എൻ്റെ അമ്മയാണ്. ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്നാ? ലോകരക്ഷകനായ സത്യദൈവമായ ഈശോ മിശിഹായുടെ അമ്മ എന്റെയും അമ്മയാണ്. അതിനേക്കാൾ കൂടുതൽ അഭിമാനിക്കാൻ നമുക്ക് എന്താ ഉള്ളത്? ഈശോ മിശിഹ കുരിശൻ ചുവട്ടിൽ വെച്ച് തന്റെ ശ്രേഷ്ഠ ശിഷ്യനായ യോഹന്നാന് മാതാവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതാണ്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകനെന്ന് അമ്മയോടും പറഞ്ഞു കൊടുത്തു. അത് സഭയെ മുഴുവനും പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് യോഹന്നാൻ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നത്.
നമ്മളെല്ലാവരെയും. തുടർന്ന് ദൈവവചനം ഇങ്ങനെ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമല്ലോ, അവൻ അവളെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ചു. യോഹന്നാൻ തന്റെ ഭവനത്തിൽ മാതാവിനെ സ്വീകരിച്ചു എന്ന് പറയുമ്പം യോഹന്നാന്റെ ഹൃദയ വീട്ടിൽ മാതാവിന് ഒരു ഇടം പ്രത്യേകമായ വിധം നൽകി. യോഹന്നാൻ തന്റെ ഹൃദയത്തിൽ മാതാവിനെ സ്വീകരിച്ചു, തന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നർത്ഥം. അത്രമാത്രം ഒരു വലിയ ബന്ധം നമുക്കെല്ലാം ഉണ്ടെന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ മാതൃവേദി അമ്മമാരെ എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ രൂപതയിൽ എന്നല്ല, സഭാതലത്തിൽ തന്നെ മാതൃവേദി ആഗോളതലത്തിൽ വലിയ ഒരു സംഘടനയാണ്. കേവലം ഒരു സംഘടന എന്നതിനേക്കാൾ ഉപരി അത് അമ്മമാരുടെ ഒരു സമർപ്പണത്തിന്റെ സൗന്ദര്യം വിളിച്ചോതുന്ന ഒരു സംവിധാനമാണ്. വലിയ ഒരു കുടുംബമാണ് മാതൃവേദി കുടുംബം. ആഗോളതലത്തിൽ വ്യാപിച്ചു നിൽക്കുന്ന സീറോ മലബാർ സഭ മാതൃവേദി എന്ന് പറയുന്നത് എന്നും എല്ലാവർക്കും അഭിമാനമായിട്ട് കാണുന്ന ഒരു വലിയ സംഘടനയാണ്. നമ്മുടെ രൂപതയിലും ഈ മാതൃവേദി വളരെ സജീവമാണ്. ഞാനതിന്റെ സംഘാടകരെല്ലാവരെയും, പ്രത്യേകിച്ച് അതിന്റെ പ്രസിഡന്റ് ഉൾപ്പെടുന്ന, അതിനെ നയിക്കുന്ന ആനിമേറ്റർ സിസ്റ്റർ ഉൾപ്പെടുന്ന, ബഹുമാനപ്പെട്ട അച്ഛൻ ഉൾപ്പെടുന്ന അതിന്റെ സാരഥികൾ, അതുപോലെ വിവിധ ഫൊറോനകളിൽ നിന്നും ഇടവകളിൽ നിന്നും എത്തിയിരിക്കുന്ന നേതൃത്വ നിരയെല്ലാം ഞാനിന്ന് പ്രത്യേകിച്ചും അഭിനന്ദിക്കുകയാണ്. നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച വികാരിച്ചന്മാരെ ഞാൻ പ്രത്യേകിച്ചും അഭിനന്ദിക്കുന്നു. നമ്മുടെ രൂപതയുടെ ജൂബിലി വർഷത്തിലേക്ക് നടന്നെടുക്കുകയാണ്. 2027 രൂപത അതിന്റെ സുവർണ ജൂബിലി വർഷം ആഘോഷിക്കും. അതിനുള്ള ഒരുക്ക നാളുകളിലാണ് നമ്മൾ ഈ വർഷങ്ങളിലൊക്കെ ആയിരിക്കുന്നത്. ഈ ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെ അമ്മമാരും പ്രാർത്ഥിച്ചൊരുങ്ങുന്നതിന്റെ ഒരു ഭാഗം നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ ചരിത്ര പ്രാധാന്യമുള്ള തീർത്ഥാടന ദേവാലയത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ പുണ്യം നിറഞ്ഞ മണ്ണിൽ നമ്മൾ ചവിട്ടി നിന്നുകൊണ്ട് നൂറ്റാണ്ടുകളുടെ പവിത്രമായ പ്രാർത്ഥനാ പാരമ്പര്യമുള്ള ഈ പുണ്യം നിറഞ്ഞ മണ്ണിൽ പരിശുദ്ധ അമ്മയുടെ സവിധത്തിലായിരുന്നുകൊണ്ട് നമ്മൾ ഒത്തുചേരുമ്പോൾ നമ്മുടെ രൂപതയെ മുഴുവനും നമുക്ക് സമർപ്പിക്കാം. രൂപതയെ മുഴുവനും സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിങ്ങൾ പരിശുദ്ധ മാതാവിന്റെ തന്നെ വേഷം ധരിച്ചവരായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ജൂബിലിയുടെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതെല്ലാം ഒത്തിരിയേറെ സന്തോഷപ്രദമാണ്. ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എനിക്ക് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ മാത്രമാണ് മാതാവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉള്ളത്. ആ 2 കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ മാതാവിനെ കുറിച്ച് പറയാനുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള 2 കാര്യങ്ങൾ മാത്രമായിട്ട് ഞാൻ ചുരുക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ത്യാഗനിർഭരമായ വിശ്വാസ സമർപ്പണം 1. 2, പരിശുദ്ധ അമ്മയുടെ സ്നേഹനിർഭരമായ ശുശ്രൂഷാ സമർപ്പണം. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് അമ്മമാരോട് പറയാനുള്ളത്. നിങ്ങളാണ് ഇത് രണ്ടും തുടരുന്നത് ഏറ്റവും പൂർണ്ണതയിൽ. പരിശുദ്ധ അമ്മയുടെ ത്യാഗനിർഭരമായ വിശ്വാസ സമർപ്പണം, അത് കുരിശിന്റെ ചുവട്ടിൽ വരെ എത്തുന്നുണ്ട്. ആ വിശ്വാസ സമർപ്പണം, അതിന്റെ നല്ല ഒരു തുടക്കം നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും മാതാവിന്റെ ജീവിതം മുഴുവനും വിശ്വാസത്തിന്റെ സമർപ്പണമായിരുന്നു. മാതാവ് പ്രാർത്ഥനയുടെയും സമർപ്പണത്തിന്റെയും ജീവിതം ആയിരുന്നതുകൊണ്ടാണ് ദൈവദൂതൻ മാതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൃപ നിറഞ്ഞവളെ കൃപാവരപൂർണയെ സുസ്തി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ആ അഭിസംബോധനയുടെ സമയത്ത് മാതാവിന്റെ വിശ്വാസ സമർപ്പണത്തിന്റെ തീക്ഷ്ണമായ ഒരു ഭാവം നമ്മൾ കണ്ടുപിട്ടും. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത എന്ന രക്ഷാകരമായ സന്ദേശം ഒരു ചെറുപ്പക്കാരിയായ പരിശുദ്ധ മറിയത്തെ അറിയിക്കുമ്പോൾ മാതാവ് ഒരു ഞെട്ടലോടുകൂടിയാണ് അത് കേൾക്കുന്നത്. കാരണം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു വലിയ പ്രതിസന്ധിയുടെ കുടുക്കിലേക്കാണ് അവൾ എത്തുന്നത് എന്ന് മാതാവിനറിയാം. അങ്ങനെ ഒരു ചരിത്രം, അങ്ങനെ ഒരു കാര്യം കേട്ടുകേൾവി പോലുമില്ല. മാതാവിന്റെ ചിന്തകൾ ഒരു പക്ഷേ ആ സമയത്ത് അബ്രാഹത്തിലേക്കൊക്കെ പറന്നു പോയിട്ടുണ്ട്. പൂർവ്വപിതാവായ അബ്രാഹത്തിലേക്കും അതുപോലെയുള്ള പിതാക്കന്മാരുടെ വിശ്വാസ സമർപ്പണത്തിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. ഹന്ന പ്രാർത്ഥനാപൂർവ്വം സാമുവേലിന് വേണ്ടി കാത്തിരുന്നതൊക്കെ മാതാവിന്റെ മനസ്സിൽ കാണും. അവൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതെല്ലാം. പക്ഷെ അതൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ ഒരു ജനനമാണ് അവിടെ ഉള്ളത്. വാർദ്ധക്യത്തിൽ ഒരു വരദാനം പോലെയാണ് അബ്രാഹത്തിന് കുഞ്ഞിനെ ലഭിക്കുന്നുള്ള കാര്യം സത്യമാണെങ്കിലും അത് സ്വാഭാവികമായ ഒരു ജനനമാണ്. അബ്രാഹം സാറ ദമ്പതികൾക്ക് പ്രായം ഏറിയിട്ടും ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു എന്നുള്ള ഒരു അതിശയകരമായ ഇടപെടൽ ഉള്ളപ്പോഴും സ്വാഭാവികമായ ഒരു ജന്മമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദൈവദൂതൻ പറഞ്ഞത് ആർക്കും മനസ്സിലാകും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഈശോ എന്ന പേര് വിളിക്കപ്പെടേണ്ടവരും ലോകരക്ഷകനുമാണ്. ഇതാർക്കും മനസ്സിലാകും. പരിശുദ്ധാത്മാവ് വന്ന് ദൈവത്തിന്റെ നേരിട്ടുള്ള ഒരു ഇടപെടലിലൂടെ ഇതാ നീ ഒരു അമ്മയാകാൻ പോകുന്നു, ലോകരക്ഷകൻ അമ്മയാകാൻ പോകുന്നു. ഏതവസ്ഥയിലാണ് മാതാവ് അപ്പോൾ? വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയാണ്. ഇനി അതിന്റെ ഭാഗമായിട്ടൊരു യഹൂദ ചിന്തയിലും യഹൂദ പാരമ്പര്യത്തിലും യഹൂദ നിയമങ്ങളിലും ഉണ്ടാകാനിരിക്കുന്ന കല്ലേറുകളെ കുറിച്ച്, ഉണ്ടാകാനിരിക്കുന്ന വലിയ അപകടങ്ങളെ കുറിച്ചെല്ലാം മാതാവ് ആ നിമിഷം ഓർക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് മാതാവ് ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? അപ്പൊ ദൈവദൂതൻ വിശദീകരണങ്ങളൊന്നും കൊടുക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ, ബാക്കി ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇത്രമാത്രം കേട്ടപ്പോൾ തന്നെ മാതാവ് പിന്നൊന്നും ചിന്തിച്ചില്ല. ഉണ്ടാകാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചോ
ഇതെങ്ങനെ ഇനി ഞാൻ ഇതിനകത്തൊക്കെ ആയിരുന്നു കൊണ്ട് മുൻപോട്ട് നീങ്ങും എന്നതിനെ കുറിച്ചോ കൂടുതൽ ഒരു ചോദ്യങ്ങളും പിന്നെ അവിടെ ഇല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതാണ് ത്യാഗനിർഭരമായ വിശ്വാസ സമർപ്പണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ അല്ലെങ്കിലും പല ഘട്ടത്തിലും വളരെ ത്യാഗപൂർവ്വം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് കഴിയണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉരുണ്ടുകൂടാനിടയുണ്ട്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന്റെ മുറ്റത്തുകൂടി പരിസരത്തുകൂടി കടന്നു വരും. നമ്മുടെ മുമ്പിൽ കുരുക്കഴിക്കാൻ വയ്യാത്ത പ്രശ്നങ്ങൾ ചിലപ്പോൾ എത്തുന്നിരിക്കും. കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളായിരിക്കാം, കുടുംബത്തിന്റെ പുറത്തുള്ള കാര്യങ്ങളായിരിക്കാം, ഒരു ഭാര്യ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷമങ്ങളായിരിക്കാം, രോഗമാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, മക്കളെ കുറിച്ചുള്ള ഭാരങ്ങളാവാം, ഭർത്താവുമായി ബന്ധപ്പെട്ട ചില വേദനിക്കുന്ന അനുഭവങ്ങളാവാം, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാവാം. ഒരു ഭാര്യയും അമ്മയും ഒരു കുടുംബത്തിൽ അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ ഉത്തരം മുട്ടി നിൽക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ടെന്നിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്നിരിക്കാം. അവിടെയൊക്കെ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അറിയാതെ വല്ലാതെ ഭാരപ്പെടുന്നവരാകാം ചിലപ്പോൾ നമ്മൾ. അവിടെയാണ് ഉത്തരം ദൈവം തരുമെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് വെച്ചാൽ നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ, ഞാൻ സമർപ്പിക്കുന്നു എന്ന് ത്യാഗപൂർവ്വം വിശ്വാസത്തോടെ വിട്ടുകൊടുക്കുന്ന ഒരമ്മ നമുക്ക് അടയാളമായി മാറുന്നത്, നമുക്ക് ഉത്തരമായി മാറുന്നത്. പ്രിയപ്പെട്ട അമ്മമാരെ, അവിടെ നമ്മുടെ ഹൃദയവും മനസ്സുമെല്ലാം മാതാവിനോടൊപ്പം യാത്ര ചെയ്യണം. എളുപ്പമല്ല, പറയാൻ എളുപ്പമാണ്, അതിനെ അഭിമുഖീകരിക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട്. അവിടെ നമ്മൾ ഉറപ്പായി വിശ്വാസത്തോടുകൂടി എന്റെ ദൈവമേ, നിന്റെ തിരുഹിതത്തിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എന്നെ ഈ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തിയത് നീയാണ്, ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് നീയാണ്, ഈ ജീവിത പങ്കാളിയെ തന്നത് നീയാണ്, ഈ മക്കളെ തന്നത് നീയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മക്കളില്ലാത്തതിന്റെ വിഷമങ്ങൾ ഉണ്ടാവാം, അതും നീ അറിയുന്നു, എന്റെ മാതാപിതാക്കളെ നൽകിയത് നീയാണ്, ജീവിത പരിസരങ്ങൾ രൂപപ്പെടുത്തുന്നത് നീയാണ്. കർത്താവെ, എല്ലാത്തിനും ഉത്തരം നിന്റെ പക്കലുണ്ടെന്ന് ഞാൻ മാതാവിനോട് ചേർന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണമായി ഒന്ന് വിട്ടുകൊടുത്താൽ പരിശുദ്ധാത്മാവ്, പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയ മക്കളെ, നിങ്ങളുടെ മേലും ഇറങ്ങി വരും. അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഉത്തരം കിട്ടും. പ്രതിസന്ധികൾക്ക് ഉത്തരം കിട്ടും എന്ന് പറയുന്നത് കൊണ്ട് പിന്നീട് ഒരിക്കലും സഹനങ്ങൾ ഉണ്ടാവില്ല എന്നല്ലതിന്റെ അർത്ഥം. സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. സഹനങ്ങളെ എങ്ങനെ സമീപിക്കുന്നു, സഹനങ്ങളെ എങ്ങനെ തിരിച്ചറിയുന്നു, സഹനങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏലിയാ ശ്രീവാ മൂശ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് കുരിശിന്റെ നിഴലിൽ തണലിലായിരുന്നു കൊണ്ട് സഹനങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ കഴിയുമ്പോഴാണ് ഉത്ഥാനത്തിന്റെ മഹത്വവും ആനന്ദവും നമുക്ക് അനുഭവിക്കാൻ പറ്റുക. സഹനങ്ങളില്ലാത്ത ഒരു സന്തോഷം എന്ന് പറഞ്ഞ് ഈ ഭൂമുഖത്ത് നിത്യമായ ഒരു സന്തോഷം നമുക്കില്ല. സഹനങ്ങൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കർത്താവ് എന്റെ നാഥനാണ്, എന്റെ ഇടയനാണ് എന്നുള്ളതിന്റെ ആനന്ദമാണ് നമ്മെ നയിക്കുന്നത്. അതാണ് പരിശുദ്ധ മറിയം പറയുന്ന ആനന്ദം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പൊ നമ്മുടെ ആനന്ദത്തിന്റെ ഉറവിടം നമ്മൾ കണ്ടെത്തേണ്ടത് കർത്താവിലാണ്, രക്ഷകനായ ദൈവത്തിലാണ്. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം, എന്റെ ഉള്ളം ആനന്ദിക്കുന്നതിന്റെ രക്ഷകനായ ദൈവത്തിലാണ്. അവിടെയാണ് അർത്ഥവും ആനന്ദവും കണ്ടെത്തി നിത്യമായ സമാധാനത്തിൽ നമുക്ക് ആയിരിക്കാൻ പറ്റുക. അങ്ങനെ കർത്താവിൽ ആനന്ദം കണ്ടെത്തുന്നവർക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ലഭിക്കുന്നുവെന്നാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ അമ്മ ഈ സമർപ്പണം നടത്തിയിട്ട് പിന്നെ യാത്ര ചെയ്യുന്ന വഴികളൊക്കെ പലതരം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ വഴികളാണ്. കുരിശിന്റെ ചുവട്ടിൽ ഓർക്കൂ, തന്റെ ഓമന പുത്രൻ ലോകരക്ഷകനാണെന്ന് അറിയാം. കുരിശിൽ പിടഞ്ഞ് മരിക്കുന്ന വേളയിൽ ആ കുരിശിൻ ചുവട്ടില് ഇറ്റുവീഴുന്ന രക്തത്തുള്ളികൾ, ഒഴുകിത്തെറിക്കുന്ന രക്തത്തുള്ളികൾക്ക് സാക്ഷിയായിട്ട് ഒരു അമ്മയ്ക്ക് നിൽക്കാൻ പറ്റുന്നത് ഏതമ്മയ്ക്ക് പറ്റും? ഏതമ്മയ്ക്ക് പറ്റും അങ്ങനെ? തന്റെ പ്രാണന്റെ പ്രാണനായ മകൻ കുരിശിൽ പിടഞ്ഞു മരിക്കുന്നു, അവിടെ നോക്കി നിൽക്കാനായിട്ട് ഇടറി വീഴാതെ ബോധരഹിതയാകാതെ പിതാവെ അങ്ങയുടെ ഹിതത്തിന് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാൻ ഏതമ്മയ്ക്കാ പറ്റുക? പരിശുദ്ധ അമ്മ. അതാണ് ആ സമർപ്പണത്തിന്റെ മഹത്വം. പക്ഷെ അത് മരണം കൊണ്ട് തീരുന്നില്ല, രക്ഷാകരമായ മരണമായിരുന്നു അത് എന്ന് അമ്മ തിരിച്ചറിയുകയാണ്. ഉത്ഥാനത്തിന്റെ മഹത്വം അവളുടെ മുമ്പിലുണ്ട് പ്രഭാപൂരിതമായിട്ട് ആ സമയത്തും. പ്രിയപ്പെട്ട അമ്മമാരെ, ഉത്ഥാനത്തിന്റെ മഹത്വം എപ്പോഴും നമ്മുടെ മുമ്പിലും പ്രഭാപൂരിതമായിട്ടുണ്ടാകണം. വിശ്വസിക്കുന്നവർക്ക് അതുണ്ട്. അതാണ് വിശ്വസിക്കുന്നവർക്ക് സൗഭാഗ്യം. ഇളയമ്മയെ സന്ദർശിക്കുന്ന പരിശുദ്ധ മറിയത്തോട് പുണ്യവതിയായ എലിസബത്ത് ഇളയമ്മ പറയുന്ന കാര്യം, വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ്. വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ മാതാവിനോട് ചേർന്ന് നമ്മളും ഭാഗ്യമുള്ളവരായി മാറുകയാണ്. കുടുംബത്തിന് നമ്മളൊരു ഭാഗ്യമായിരിക്കും, ജീവിത പങ്കാളിക്ക് നമ്മളൊരു അനുഗ്രഹമായിരിക്കും, മക്കൾക്ക് നമ്മൾ അഭിമാനമായിരിക്കും, നാടിനും സഭയ്ക്കും നമ്മൾ എന്നും അനുഗ്രഹമായിരിക്കും. അങ്ങനെ അനുഗ്രഹമായി മാറേണ്ട ആളാണ് വിശ്വസിച്ച് സമർപ്പണം നടത്തുന്ന അമ്മ. രണ്ടാമത്തെ കാര്യം, അത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്നേഹനിർഭരമായ ശുശ്രൂഷയാണ്. മാതാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി ഈശോ മിശിഹായ്ക്ക് ജന്മം കൊടുത്ത് ഹൃദയത്തിൽ ഉദരത്തിൽ ആ ഈശോയെ സ്വീകരിച്ചതിന് ശേഷം എന്തോ ഒരു വിനീതയായിട്ട് ത്യാഗനിർഭരമായ വഴികൾ താണ്ടി എത്ര സ്നേഹത്തോടു കൂടിയാണ് ഇളയമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. ഇളയമ്മയോട് ചേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ,
ഇളയമ്മയ്ക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് അവിടെ താമസിക്കുകയാണ് ഈ കൊച്ചുമകൾ. ഓർക്കൂ, ദൈവമാതാവായി, ഈശ്വമിശിഹായുടെ മാതാവായി മാറിയ ഒരാളാണെന്ന് ഓർക്കണം. എന്തുമാത്രം അഹങ്കാരം തോന്നാനുള്ള സാധ്യതകൾ വേണമെങ്കിൽ അവിടെയുണ്ട്. എന്തുമാത്രം വലിയ ഭാവം നടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഭൂമുഖത്ത് ഇതിനേക്കാൾ വലിയൊരു സ്ഥാനം ആർക്കെങ്കിലും കിട്ടുമോ? സാക്ഷാൽ ദൈവം തമ്പുരാൻ, ദൈവപുത്രൻ എന്റെ ഉദരത്തിൽ പിറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ ഭാഗ്യമോ അതിനേക്കാൾ വലിയ സ്ഥാനമോ ഈ ഭൂമുഖത്ത് ആർക്ക് കിട്ടും? ആർക്കും കിട്ടില്ല. അതൊക്കെ അറിയാമായിരുന്നിട്ട് ഇതാ ഈ പ്രിയപ്പെട്ട മകൾ 90ഓളം മൈൽ യാത്ര ചെയ്ത് ദുർഘടമായ വഴികൾ താണ്ടി ഐൻകരീം എന്ന ആ സ്ഥലത്തെത്തി ഇളയമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയാണ്. ശുശ്രൂഷയുടെ ജീവിതമാണ് അമ്മയുടെ ജീവിതം. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ കുടുംബത്തിൽ ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്നവരാണെന്ന് വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നു. നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അമ്മമാര് ശുശ്രൂഷ ചെയ്യാൻ മടിക്കരുത്. പക്ഷെ ഇന്നത്തെ പല കൊച്ചു അമ്മമാര് ശുശ്രൂഷ ചെയ്യാൻ മടിക്കുന്നവരാണെന്ന് കൂടി പറയാറുണ്ട്. കാരണം അമ്മമാര് പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങോട്ട് കെട്ടിച്ചു വിടുന്നില്ലെന്നൊക്കെ പറയുന്നവർ പോലും ഉണ്ട്. പ്രായമായ അപ്പനും അമ്മയുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്നും പോകുകയെന്ന് ചാട്ടം പിടിക്കുന്ന കൊച്ചു ചെറുപ്പക്കാരികളായ സ്ത്രീകളുണ്ട്. വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമായി കരുതേണ്ടതിന് പകരം ഭാരമായി കരുതുന്നെങ്കിൽ അവിടെ നിങ്ങളുടെ കണക്കുകൾ തെറ്റി, നിങ്ങളുടെ സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള കണക്കുകൾ തെറ്റി. അങ്ങനെയൊന്നുമില്ലാതെ ഞാൻ ഈ ഭൂമിയിൽ സൗഭാഗ്യത്തോടെ ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതല്ല യഥാർത്ഥ സൗഭാഗ്യത്തിന്റെ സന്തോഷം, സൗന്ദര്യം. വൃദ്ധരായ മാതാപിതാക്കൾ വീട്ടിലുള്ളത് അനുഗ്രഹമാണെന്ന് കരുതൂ. എളുപ്പമല്ല. അവരുടെ വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ തിരിച്ചറിഞ്ഞ് ഒരുപക്ഷെ ശാഠ്യങ്ങൾക്കാണ് അവർക്ക്, നമ്മളും പ്രായമാകുമ്പം അതിനേക്കാൾ ശാഠ്യം പിടിക്കും. അപ്പൊ ഇത്തരം ശാഠ്യങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അതെല്ലാം മനസ്സിലാക്കി സ്നേഹത്തോടുകൂടി ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഉള്ള കാലത്ത് ആരോഗ്യമുള്ളപ്പോൾ ഒരുപാട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കളെ, സ്വന്തം മാതാപിതാക്കളെയും നിങ്ങളുടെ ഭർത്താവിന്റെ മാതാപിതാക്കളെയും കരുതലോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ശുശ്രൂഷ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സൗഭാഗ്യമുള്ളവരാണ്, നിങ്ങൾ ഭാഗ്യവതികളാണ്. സ്വർഗത്തിൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ വർദ്ധിച്ചു വരും, സ്വർഗത്തിൽ നിങ്ങൾക്ക് നിധി നിറഞ്ഞു വരും. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ കടമയാണ്, അവരുടെ അവകാശമാണ് നിങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ ഒട്ടും മടിക്കരുത്. ഭർത്താവിനും മാതാപിതാക്കൾക്കും മക്കൾക്കും സഹോദരങ്ങൾക്കൊക്കെയും. അത് ഭവനത്തിൽ മാത്രമല്ല, മാതൃവേദിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭവനത്തിൽ നിന്നും ഇടവകയിലേക്കും പരിസരങ്ങളിലേക്കും സമൂഹത്തിലേക്കും ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നവയാണ്. നിങ്ങൾ മക്കൾ, അമ്മമാർ കുടുംബത്തിൽ നല്ല ശുശ്രൂഷകരായിരിക്കുന്നതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഇടവകയിലെ ശുശ്രൂഷകളിലും സജീവമാകണം. സംഘടന എന്ന നിലയിലും ഒരുമിച്ച് നിൽക്കാനും ഇടവകയുടെ ആവശ്യങ്ങളിൽ പങ്കുചേരാനും ഇടവക ദൈവാലയവുമായി ബന്ധപ്പെട്ട് നല്ല ശുശ്രൂഷകൾ ചെയ്യാനും സാധിക്കണം. അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങൾ. ഇനി അതും മാത്രമല്ല, നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലും പരിസരങ്ങളിലും വേദനിക്കുന്നവരും ബുദ്ധിമുട്ടുന്നവരും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു കരം നീട്ടിക്കൊടുക്കാൻ, അവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ, സാന്ത്വനം പകരാൻ, അവരെ സന്ദർശിക്കാൻ, എലിസബത്തിനെ മാതാവ് സന്ദർശിച്ചതുപോലെ സ്നേഹത്തോടുകൂടി പ്രാർത്ഥനാപൂർവ്വം സന്ദർശിച്ച് അനുഗ്രഹം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. നമുക്കാവുന്ന വിധം ആരോഗ്യപരമായി, സാമ്പത്തികമായിട്ടൊക്കെ, സംഘടനാപരമായിട്ടൊക്കെ സഹായിക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകൾ വിലപ്പെട്ടതാണ്. ഈ ചെറിയവരിൽ ഒരുവരെ നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് കർത്താവ് അന്ത്യവിധി ദിവസത്തിൽ പറയുമെന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്നതെല്ലാം സ്വർഗത്തിൽ നമുക്ക് സന്തോഷമായി, സ്വർഗത്തിൽ നമുക്ക് സമ്പത്തായി മാറുന്നു എന്നുള്ളതാണ് വിലപ്പെട്ട കാര്യം. അതുകൊണ്ട് കുടുംബത്തിൽ നിന്നും ഇടവകയിലേക്കും നാട്ടിലേക്കും നമ്മുടെ ശുശ്രൂഷകൾ വ്യാപിപ്പിക്കണം. എന്ന് മാത്രമല്ല, നാട്ടിൽ നല്ല നേതൃത്വം കൊടുക്കുന്നവരായി നിങ്ങൾ മാറണം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലും ഈടുറ്റ മൂല്യബോധമുള്ള നല്ല നേതൃത്വം കൊടുക്കുന്നവരായിട്ട് നമ്മുടെ ശുശ്രൂഷാ മേഖലകൾ വ്യാപിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമ്മമാര് വീട്ടകത്ത് ആരംഭിച്ചിട്ട് വീട്ടിൽ തന്നെയായിട്ട് തീർക്കാനുള്ളതല്ല. വീട്ടിൽ നിന്നും ഇടവകയിലേക്കും ഇടവകയിൽ നിന്നും നാട്ടിലേക്കും ഇറങ്ങി നല്ല നേതൃത്വം കൊടുത്തുകൊണ്ട് ശുശ്രൂഷയുടെ ഒന്നാന്തരം മാതൃകകളായിട്ട് നല്ല ലീഡേഴ്സായിട്ട് മാറാൻ കഴിവുള്ളവരാണ് നിങ്ങൾ, പ്രിയപ്പെട്ട അമ്മമാരെ. അങ്ങനെയൊക്കെ നാടിന് നന്മ ചെയ്തുകൊണ്ട് ഒരു സമൂഹ നിർമ്മിതിക്ക് കൂടി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ കഴിയണം. അങ്ങനെയൊക്കെയുള്ള ഉന്നതമായ ദർശനങ്ങളാണ് പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സന്ദർശനത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഇളയമ്മയുടെ ഭവനത്തിലെത്തുമ്പോൾ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ അവിടെ പരിശുദ്ധാത്മാവ് നിറയുന്നു. മാതാവ് കടന്നു ചെന്നപ്പോൾ തന്നെ ആ വീട് മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഇളയമ്മയുടെ എലിസബത്തിന്റെ ഉദരത്തിലുള്ള ശിശു പോലും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. ശിശു ഉദരത്തിൽ കുതിച്ചു ചാടിയെന്നാ പറയുക. അപ്പൊ നമ്മുടെ ദൈവകൃപയിൽ നിറഞ്ഞ സാന്നിധ്യം എവിടെയൊക്കെ കടന്നു ചെല്ലുന്നു അവിടെയെല്ലാം സന്തോഷവും സമാധാനവും ആനന്ദവും നിറയും. അങ്ങനെ നിറയണം. നമ്മുടെ വാക്കുകൾ നല്ലതായിരിക്കട്ടെ. മാർപ്പാപ്പ ഇടയ്ക്കൊക്കെ കൊച്ചു കൊച്ചു വാക്കുകളിൽ തിരുത്തലുകൾ തരാറുണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക്. നിങ്ങൾ കുറ്റം പറയുന്നവരാവരുത് എന്നൊക്കെ പറഞ്ഞു. കുറ്റം പറയുന്നവരാവരുത്. കുറ്റം പറഞ്ഞ് നമുക്ക് ആരെയും നന്നാക്കാൻ പറ്റുകയില്ല. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാൻ, നല്ലത് ചിന്തിക്കാൻ, നല്ലത് പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ നന്മ വളരും. അയൽവക്കത്തുള്ളവരെ കുറ്റം എത്തിക്കുകയും അടുത്തുള്ളവരെ കുറിച്ച് കുറ്റം പറയുകയും മറ്റുള്ളവരെ കുറിച്ച് അപഖ്യാതി പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറയുമല്ലോ. അങ്ങനെ ആവരുത്. വീട്ടിൽ തന്നെ നല്ലത് പറഞ്ഞ് പഠിപ്പിക്കണം. ആരുടെയും കുറ്റം പറയാനായിട്ട് കുട്ടികളെ അനുവദിക്കരുത്. വീട്ടിൽ അങ്ങനെ ഒരു കുറ്റവിചാരണയുടെ കോടതി സൃഷ്ടിച്ചെടുക്കരുത്. വീട് കോടതിയല്ല, വീട് സ്നേഹത്തിന്റെ ഭവനമാണത്. വീട്ടിൽ സഭയിലെയും നാട്ടിലെയും സകലമാന നേതാക്കളെയും കുറ്റപ്പെടുത്തുന്ന ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ ആ കുറ്റം വിധിക്കലുകളെല്ലാം നമുക്ക് നേരെ തന്നെ അവസാനം തിരിഞ്ഞടിക്കും.
അതുകൊണ്ട് കുറ്റം പറയുന്നതിന് മാറി നിൽക്കാനായിട്ട് ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. കൊച്ചു പിറക്കുന്ന ആദ്യ നിമിഷം തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ഒക്കെ ആവട്ടെ, ഒരു കുഞ്ഞ് പിറക്കുന്ന ആദ്യ നിമിഷം തന്നെ ഈശോ എന്ന പേര് ആ കുഞ്ഞിന്റെ ചെവിയിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് കഴിയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെ നിങ്ങളുടെ മക്കളുടെ മക്കൾക്കോ ഒക്കെ ഈ ഒരു സന്ദേശം പകർന്നു കൊടുക്കൂ. ഈശോയുടെ നാമം ആദ്യം തന്നെ പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ ചെവിയിലേക്ക് പങ്കുവെച്ചു കൊടുക്കൂ. വളർന്നു വരുന്ന കുഞ്ഞിന് സുഹൃത ജപങ്ങൾ പറഞ്ഞു കൊടുക്കൂ. കുറ്റം പറയുകയല്ല, വിശുദ്ധമായ വചനങ്ങൾ പറഞ്ഞു കൊടുക്കൂ. ചെറിയ ദൈവവചന ഭാവങ്ങൾ പറഞ്ഞു കൊടുക്കൂ. ഈശോയുടെ നാമം ഉരുവിടാൻ പഠിപ്പിക്കൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ, സ്തുതി ചെല്ലാൻ പഠിപ്പിക്കൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആദ്യ പാഠങ്ങളിൽ കുട്ടിയുടെ മനസ്സിൽ ഒരിക്കലും മായാതെ പതിച്ചു കിടക്കും. അങ്ങനെയുള്ള ഒരു അമ്മ ഉണ്ണി മിശിഹായുടെ അമ്മയായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൊച്ചുകുഞ്ഞും ഒരു ഉണ്ണി മിശിഹായെ പോലെ വളർന്നു വരിക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അമ്മമാരുടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലും ജ്ഞാനത്തിലും വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഈശോ വളർന്നു വന്നതുപോലെ പ്രായത്തിൽ വളരുന്നതോടൊപ്പം തന്നെ വിശുദ്ധിയിലും അറിവിലും ജ്ഞാനത്തിലും എല്ലാം വളർന്നു വരണം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കൊച്ചുമക്കളെയും ഒക്കെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ ശുശ്രൂഷയാണ്. അതുപോലെ നമ്മുടെ വളരുന്ന ടീനേജേഴ്സ് ആയിട്ടുള്ള മക്കൾ, ചെറുപ്പക്കാരായ നമ്മുടെ മക്കൾ, അവരെ നമ്മൾ അനാവശ്യമായിട്ട് കുറ്റം വിധിക്കുകയോ അനാവശ്യമായിട്ട് അവരെ ഉപദേശിച്ച് ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാതെ അവരെ സ്നേഹത്തോടെ കാണാനും സ്നേഹപൂർവ്വം അവരോട് ആശയങ്ങൾ പങ്കുവെച്ച് വേണ്ട കരുതലുള്ള തിരുത്തലുകൾ കൊടുക്കാനും പറ്റണം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ അക്കമ്പനി ചെയ്യുന്ന ഒരു അമ്മ, അവരെ കേൾക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവരെ അക്കമ്പനി ചെയ്യുന്ന ഒരു അമ്മയാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞുങ്ങളെ നല്ല ദിശയിലേക്ക് നയിക്കുന്നത്. ഇടറി പോകുന്നുണ്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പലപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്നുണ്ട്. അമ്മയുടെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥനയും സ്നേഹത്തോടു കൂടിയുള്ള ഒരു അനുധാവനവും അക്കമ്പനിമെന്റുമാണ് അതിൽ നിന്നും മോചനം കൊടുക്കാൻ ഇടയാകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് ഈ നാട്ടിൽ തന്നെ ജോലിയുള്ളവരായി മിടുക്കരായി വളർന്നു വരാൻ വേണ്ടി അമ്മമാർ ശ്രദ്ധിക്കണം. എല്ലാത്തിനെയും പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവിടെ കയ്യും കെട്ടിയിരിക്കാമെന്ന് ചിന്തിക്കരുത്. അതല്ല ശരി. ഈ നാട്ടിൽ തന്നെ പഠിച്ച് മിടുക്കരായിട്ട് ഏതെങ്കിലുമൊക്കെ നല്ല ജോലികളിൽ എത്തിച്ചേരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അമ്മമാരും കൂടെ നിൽക്കണം. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്നും വൈദിക ജീവിതത്തിലേക്കും സന്യസ്ത ജീവിതത്തിലേക്കും നല്ല ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കൂടുതൽ മക്കൾ നമ്മുടെ കുടുംബത്തിൽ പിറക്കട്ടെ. കുഞ്ഞുങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ, കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ, മക്കൾ കൂടുതൽ ജനിക്കുമ്പോൾ അത് ദൈവകൃപയാണ്, അത് അനുഗ്രഹമാണ്. ആ കുടുംബത്തിന് അത് ഐശ്വര്യവും അഭിവൃദ്ധിയുമായിട്ട് പിന്നീട് മാറും. ആദ്യമുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് അനുഗ്രഹമായി മാറുന്നതാണ് ചരിത്രം. അതുകൊണ്ട് മക്കളെ ശരിയായ ദിശയിൽ നയിക്കാൻ, അവർക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ, ത്യാഗപൂർവ്വം അവരെ വേണ്ട വിധം കരുതാൻ, അവരിൽ നിന്നും നല്ല വ്യക്തികൾ പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതൃത്വത്തിലേക്കും ഒക്കെ കടന്നു വരുന്നതിന് ഇടയാകുന്ന വിധം അമ്മ അവരെ അനുധാവനം ചെയ്യണം എന്നാണ് അർത്ഥം. അതെല്ലാം ശുശ്രൂഷയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്നേഹനിർഭരമായ ശുശ്രൂഷയുടെ പാഠങ്ങളും അമ്മ ജീവിതത്തിൽ പരിശീലിക്കുകയും പങ്കുവെക്കുകയും ചെയ്യണം. ഇതെല്ലാം പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ തന്റെ സൗധത്തിൽ എത്തിയപ്പോൾ നൽകുന്ന സുന്ദരമായ ചങ്കിന്റെ ഉപദേശങ്ങളാണ്. ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു തരുന്ന പങ്കുവെക്കലുകളാണ്. വിശ്വാസത്തിന്റെ ത്യാഗനിർഭരമായ സമർപ്പണം, സ്നേഹനിർഭരമായ ശുശ്രൂഷയുടെ ദൗത്യം, ഇത് രണ്ടും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മെ മുഴുവനും, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെയും ഇടവകയും നമ്മുടെ സഭയെയും എല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിയട്ടെ. പരിശുദ്ധ അമ്മയുടെ പാദാന്തികത്തിൽ എത്തുമ്പോൾ ഈ കൃപയ്ക്ക് വേണ്ടി ദൈവകൃപ നിറഞ്ഞ ഒരു അമ്മയായി മാറാൻ പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. ദൈവകൃപ നിറഞ്ഞ ഒരു അമ്മയായി മാറിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പുറകെ വന്നോളൂ. ദൈവത്തിന്റെ രാജ്യം, അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക. അതോടൊപ്പം ബാക്കിയെല്ലാം നൽകപ്പെടും. ദൈവത്തിന്റെ വചനമാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചോദിക്കുന്നതിനേക്കാൾ ഉപരി, അതിനേക്കാൾ ഉപരി ആദ്യം ചോദിക്കേണ്ടത് ദൈവത്തിന്റെ രാജ്യമാണ്. ദൈവകൃപ നിറഞ്ഞ ഒരു അമ്മയായിട്ട് എന്നെ മാറ്റണമേ എന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടാൻ, ശുശ്രൂഷയിലും സ്നേഹത്തിലും വളരാൻ മാതാവിനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. ബാക്കി മുഴുവൻ കാര്യങ്ങളും അതിന്റെ പിന്നാലെ നിങ്ങളുടെ പക്കൽ എത്തിക്കൊള്ളും. ദൈവം പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഞാൻ പങ്കുവെച്ച ഈ വിശേഷങ്ങളെല്ലാം നിങ്ങൾ ഭവനത്തിലെത്തി പങ്കുവെക്കണം. നിങ്ങൾ കണ്ടുമുട്ടുന്നവരോട് പറയണം, എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം, രൂപതയ്ക്ക് വേണ്ടിയുമെല്ലാം നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് അത് സ്വീകരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ കുറെ അമ്മമാരെ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയിലും എനിക്ക് വലിയ വിശ്വാസമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകളുടെ പ്രതിസന്ധികൾ, സഭയുടെ തന്നെ പ്രതിസന്ധികൾ, നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രതിസന്ധികൾ, അതെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം തന്റെ കൃപാവരങ്ങൾ നമ്മുടെ മേൽ വർഷിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.